പാലക്കാട് താലൂക്ക് പ്രൈവറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ ജീവനക്കാരനെ കാണാനില്ല എന്ന് പരാതി. പാലക്കാട് താരേക്കാട് സ്വദേശി പ്രദീപിനെയാണ് കാണാതായത്. പ്രതിസന്ധിയെ തുടർന്ന് ബാങ്ക് പൂട്ടി. ബാങ്കിൽ പ്രദീപ് മുഖാന്തരം നിരവധി പേർ നിക്ഷേപം നടത്തിയിരുന്നു. ഗോകുൽ VS തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. പാലക്കാട് താലൂക്ക് പ്രൈവറ്റ് കമ്പനി എംപ്ലോയീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഏകദേശം 2.5 വർഷമായി ഇയാൾ ജോലി ചെയ്തു വരുന്നു. അവിടെ പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. ഈ ബാങ്ക് പൂട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും പ്രദീപിൻ്റെ കെയർ ഓഫിലൊക്കെ നിരവധി പേർ അവിടെ സ്ഥിര നിക്ഷേപം അടക്കം നടത്തിയിരുന്നു. അതിലെ വലിയ ഒരു മാനസിക സമ്മർദ്ദം പ്രദീപിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അനിയൻ്റെ കെയർ ഓഫിൽ അവിടെ കുറേയധികം നിക്ഷേപകരെ ചേർത്തിട്ടുണ്ടായിരുന്നു. അവർ ആ നിക്ഷേപം തിരിച്ച് കൊടുത്തിട്ടില്ല. ഈ പാലക്കാട് താലൂക്ക് പ്രൈവറ്റ് കമ്പനി എംപ്ലോയീസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ആളുകൾ. അപ്പോൾ അതിന് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയൻ സെക്രട്ടറിയും പ്രസിഡൻറ്റിനെല്ലാം നിരന്തരം ഇതാക്കിയാലും അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ മാനസികപരമായിട്ടുള്ള സംഘർഷം അനിയന് നന്നായിട്ടുണ്ടായിരുന്നു. ഈ നിക്ഷേപകർക്ക് പൈസ കൊടുക്കാൻ വേണ്ടി ഈ കുട്ടി പല ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം ലോണെല്ലാം എടുത്തിട്ട് തിരിച്ചു കൊടുത്തവർ ഈ കുട്ടിയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം ആ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായ വിനയപ്രസാദിനെ വിളിച്ചറിയിച്ചു. അവർ ബാങ്ക് ഇന്ന് തുറക്കും നാളെ തുറക്കും എന്ന് പറഞ്ഞാൽ 4-5 മാസമായി. ആ ഒരു പ്രയാസം കൊണ്ടാണ് എൻ്റെ അനിയൻ ഇങ്ങനൊരു ആത്മഹത്യക്കുറിപ്പും എഴുതി വെച്ച് അവനൊരു ജോലി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ്. അപ്പോൾ അവന് കൊടുത്ത പൈസയില്ല, അവൻ അടച്ച പൈസയില്ല. ഏകദേശം ഒരു 8-10 ലക്ഷം രൂപ ഉണ്ടാവും. എനിക്ക് വയ്യാത്തത് കൊണ്ട് എന്നോടൊന്നും പറയില്ല. ഞാൻ വന്നാൽ എവിടേക്കാണ് പോണ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ കിടക്കുമ്പോൾ അവർ രാവിലെ പോണു, മകനെ എവിടേക്കാണ് പോണ് കേട്ടപ്പോൾ ഞാൻ വർക്കിന് വന്നിട്ട് പോയി. എൻ്റെ മകൻ കുറേ പ്രാവശ്യം വിളിച്ചു. എടുക്കാതായപ്പോൾ അവൻ്റെ മുറിയിൽ പോയപ്പോഴാണ് ഫോൺ സൈലൻറ്റിൽ വെച്ച് ഈ കത്തും കണ്ടത്. അപ്പോൾ തന്നെ ഞങ്ങൾ നോർത്ത് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. എൻ്റെ അനിയൻ എവിടെ ഉണ്ടെങ്കിലും അവൻ തിരിച്ചെത്തണം. കെടുകാര്യസ്ഥ തന്നെ പറയാം. എന്താ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം വേണം. പ്രദീപിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായി അറിയുന്നൊരു കുട്ടി കൂടിയാണ്. വളരെ പാവം പിടിച്ചൊരു കുട്ടിയാണ്. കുറേ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ പേരിൽ ഇപ്പം മറ്റുള്ളവർ അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ ഭീഷണി സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ടാണ് ഒരു ലെറ്റർ എഴുതി വെച്ച് പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഏതായാലും അന്വേഷണം നടത്തുന്നതുകൊണ്ട് നമുക്ക് പ്രത്യാശിക്കാം ഉടൻ തന്നെ ആ ചെറുപ്പക്കാരനെ കണ്ടെത്താൻ കഴിയട്ടെ. മൽഗൂസി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.